മറ്റൊരു വാർത്ത അജയ് പുറത്തു വരുന്നത് രസകരമായ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ട്രംപിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. US വ്യോമസേന വിമാനത്തിൽ നിന്ന് ട്രംപ് പടികളിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീഡിയോ, അതിൽ സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രചരിക്കുന്നുണ്ട്. കാരണം ട്രംപിന് എന്തോ ഒരു വേച്ച് ട്രംപ് വീഴുന്നു എന്നൊക്കെ ഉള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആളുകൾ കമൻറ്റുകളും മറ്റും വരുന്നത്. വീർത്ത കണങ്കാലുകൾ, ചർമ്മത്തിൻ്റെ നിറത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവ നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെത്തിയ ട്രംപിൻ്റെ വീഡിയോ പല പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചിലർ പടികളിറങ്ങുന്നതിലെ ബുദ്ധിമുട്ട് അടക്കം കാണിക്കുന്നുണ്ട്. മറ്റു ചിലർ കമൻറ്റുകളെ അതിശയോക്തിയാണെന്ന് തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ട്രംപിൻ്റെ എതിരാളികൾ വ്യാപകമായി ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിടിച്ച് വിമാനത്തിന് പടികളിറങ്ങി വരുന്ന ട്രംപ്, ഒപ്പം പലപ്പോഴും പല മീറ്റിങ്ങുകളിലും ഉറങ്ങുന്ന ട്രംപ്, കൃത്യമായി ഇപ്പോൾ പഴയതുപോലെ തന്നെ കുറച്ചുകൂടി പഴയ ട്രംപിൻ്റെയൊക്കെ സംസാരമൊക്കെ കുറച്ചുകൂടി ദൃഢമായ സംസാരങ്ങളായിരുന്നു. അവിടെ നിന്ന് പുറകോട്ട് പോയ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അജയ്, ട്രംപ് വളരെ പ്രായമുള്ള ആളാണ്, നമുക്കറിയാം, ആരോഗ്യവാൻ ആണ് എന്ന് പലപ്പോഴും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളും മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളതായി മനസ്സിലാകുന്നുമില്ല, അല്ലേ? വൈറ്റ് ഹൗസ് ഇതുവരെ അത്തരം വാദങ്ങളെല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാടുകളാണ് സ്വീകരിച്ച് വന്നിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ ഒരു വ്യാപക പ്രചാരണം ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഉണ്ടായിരുന്നു. ട്രംപ് ഉടൻ മരണപ്പെടും എന്ന് വരെ ഒരു ഡോക്ടർ പ്രവചിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ വന്നിരുന്നു. അപ്പോൾ അത്തരം വീഡിയോകൾ, ട്രംപിന്റെ ഇത്തരം ഈ ഒരു വെച്ചുള്ള നടത്തം, അതുപോലെ തന്നെ വിമാനത്തിൽ നിന്ന് വീഴാൻ പോയ, വ്യോമസേനയുടെ വിമാനത്തിൽ നിന്ന് വീഴാൻ പോയ ഈ സംഭവം ഉൾപ്പെടെ എടുത്തു വെച്ചിട്ടുള്ള പലതരം, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പല ഇൻഫ്ലുവൻസേഴ്സും ഇതെല്ലാം ഡീകോഡ് ചെയ്ത് ട്രംപിന് ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് തലച്ചോറിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, പക്ഷാഘാതമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ഒരു റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പുതിയ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ട്രംപിന് സ്വാഭാവികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 79 വയസ്സുണ്ട്. അദ്ദേഹം അധികാരം അധികാര പരിധി കഴിഞ്ഞ് അദ്ദേഹം US പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതോടെ US ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ട്രംപിന് വരും. അദ്ദേഹത്തിന്റെ മുൻപേ ഉള്ള ജോ ബൈഡന്റെ റെക്കോർഡ് തകർത്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഈ റെക്കോർഡ് വരിക. അപ്പോൾ എന്തായാലും ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു പാട്, അത് ഉൾപ്പെടെ അതിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ വൈറ്റ് ഹൗസ് പലപ്പോഴും മേക്കപ്പ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പരമാവധി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ പ്രധാനമായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് അമേരിക്ക കടന്നു പോകുന്നത്. ഇറാനുമായിട്ടുള്ള ഈ സംഘർഷമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ട്രംപിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്ത അത് പുറം ലോകം അറിയുകയാണെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ രാഷ്ട്രീയമായി മാത്രമാകില്ല, സാമ്പത്തികമായി ഉൾപ്പെടെ വലിയൊരു പ്രശ്നം അമേരിക്ക നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഇതെല്ലാം ഉടനടി നിഷേധിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് തന്നെയാണ് അവർ ഇക്കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി ട്രംപിന്റെ ഭാഗത്തു നിന്നോ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നോ ഇത്തരം വിവരങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ട്രംപ് ആവർത്തിച്ച് ഇക്കാര്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. അതേസമയം നമുക്കറിയാം, അമേരിക്കയുടെ ഏറ്റവും മറ്റൊരു പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയാണ്. മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. റഷ്യയിൽ ചികിത്സയാണ് എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മൊജ്തബ ജീവനോടെയുണ്ട് എന്നത് US-ഉം ഇസ്രായേലും ഇന്റലിജൻസും സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥർ തുടർച്ചയായി മൊജ്തബയുമായി കൂടിക്കാഴ്ചകൾക്കായി സമയം തേടുന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇവരുടെ പക്കൽ ഉള്ളത്. മൊജ്തബ തന്നെയാണ് ഇപ്പോഴും സൈന്യത്തിനുള്ള ഉത്തരവുകൾ നൽകുന്നത് എന്നത് സംബന്ധിച്ച തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. പുതുവർഷത്തിൽ തൻ്റെ ഏതാനും ചിത്രങ്ങൾക്കൊപ്പം ഇറാൻ ജനതയ്ക്കായി ഒരു സന്ദേശം കൂടി മൊജ്തബ തൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത കാലത്ത് എടുത്ത ചിത്രങ്ങളാണോ അവയെന്ന് CI പരിശോധിച്ച് വരികയാണെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാണ് മൊജ്തബ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്നാണ് നിഗമനം. ഏതാണ്ട് 4 ആഴ്ച യുദ്ധം 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മൊജ്തബ എവിടെയെന്നു കണ്ടുപിടിക്കാൻ കഴിയാതെ US-ഉം ഇസ്രായേലും വലയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. റഷ്യയിലൊക്കെ ആണെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിഗമനമുള്ളത്. പക്ഷേ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. സുരക്ഷയൊക്കെ പ്രമാണിച്ചാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, മൊജ്തബ ജീവനോടെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി വളരെ കൃത്യമായി ആ ടാർഗറ്റിലേക്ക് പോവുക എന്നാണ് അടുത്ത ലക്ഷ്യം. കാരണം ഇറാന്റെ ഒരു നേതാവിനെയും ബാക്കി വെക്കില്ല എന്നാണല്ലോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.